ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിയമസഭയ്ക്കും പാളയത്തിനുമൊക്കെ അടുത്തുള്ള സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു വിളിപ്പാടകലയുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഞാൻ ലൊക്കേഷൻ പറഞ്ഞാണ് തിരുവനന്തപുരത്തുകാരല്ലാത്തവർക്ക് വേണ്ടി. അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ബാക്കി രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഉപവാസം ഇരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാരം രാവിലെ 10 മണിക്ക് തുടങ്ങി. നീണ്ട പ്രസംഗമായിരുന്നു. അദ്ദേഹം കേന്ദ്ര ബ്രിട്ടീഷ് കൊളോണിയൽ കാലാവസ്ഥ മുതൽ നാളിതുവരെയുള്ള കഥകളും ഫെഡറൽ വ്യവസ്ഥയിലെ കാര്യങ്ങളൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അതുവഴി യാത്ര ചെയ്തപ്പോൾ കുറച്ച് കേട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ നോക്കുമ്പോൾ രണ്ട് പാർട്ടിക്കാരുടെ 2 നേതാക്കളുടെ ആബ്സെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചവർ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന്. പക്ഷേ പിന്നീടാണ് അറിയുന്ന 2 ചേട്ടന്മാർ മാറി നിൽക്കുകയാണ്. അത് പ്രധാനപ്പെട്ട 2 ആളുകളാണ്. ഒന്ന് ജോസ് കെ മാണി LDFിൻ്റെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി പങ്കെടുക്കുമായിരിക്കും. അത് ചിലപ്പോൾ ഈ വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ധാരാളം. അതുകൊണ്ട് സമാപന സമ്മേളനത്തിൽ അങ്ങനെ പങ്കെടുത്തിട്ട് രാവിലെ പള്ളിയിൽ പോയിരുന്നെന്നങ്ങനെ പറയുമോയെന്നറിയില്ല, അതറിയില്ല. എന്തായാലും ശ്രേയാംസ് കുമാറും ജോസ് കെ മാണിയും പങ്കെടുക്കുന്നില്ല. ശ്രേയാംസ് കുമാർ അല്ലെങ്കിലേ പിണങ്ങി നിൽക്കുകയാണ്. അവരെ ജനതാദളൊക്കെ ആരായിരുന്നു കേരളത്തിൽ? ഒരു വലിയ പാർട്ടിയായിരുന്നു. അതിനെ പിളർത്തി കൃഷ്ണൻകുട്ടി വിഭാഗം, മാത്യു ടി തോമസ് വിഭാഗം, ശ്രേയാംസ് കുമാർ വിഭാഗം, ആ വിഭാഗം എന്ന് പറഞ്ഞ് 12 നീലലോഹിതദാസ് നാടർ വിഭാഗം, ഇങ്ങനെ 12-20 കഷ്ണമാക്കി അതിനെ നാശക്കോട്ടയാക്കി ആ പാർട്ടിയെ. ഇപ്പോൾ അതിലൊരു പീസ് LDFിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഒരു വിഭാഗം, അതായത് നമ്മുടെ ശ്രേയാംസ് കുമാർ, ശ്രേയാംസ് കുമാർ, എം പി വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നപ്പോൾ കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേയെങ്കിലുമൊക്കെ എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ഒരു ദൈക്ഷണിക മണ്ഡലത്തിൽ നിൽക്കുകയും ബുക്ക് ഇറക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു ഇടതുപക്ഷത്തിലൊരു സേ ഉണ്ടായിരുന്നു. അത് 90 കാലത്തോടുകൂടി അതും പഴി. പിന്നെ പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിൽ LDF സമരത്തിൽ ശ്രേയാംസ് കുമാർ എത്തിയിട്ടില്ല, ജോസ് കെ മാണി എത്തിയിട്ടില്ല. അപ്പോൾ ജോസ് കെ മാണി UDFിലേക്ക് പോകുമോ? റോഷി അഗസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡാണ് LDFിൽ തന്നെ നിൽക്കണം. കാരണം റോഷി അഗസ്റ്റിന് അറിയാം UDFിൽ പോയാൽ സീറ്റ് കിട്ടാൻ പ്രയാസമാണ്. UDFിൻ്റെ ഭാഗമായി അവിടെ സീറ്റ് കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അതേസമയം മറ്റ് 2 MLAമാരും 3 MLAമാരും പറയുന്നത് എവിടെ പോകണം, UDFിൽ പോകണമെന്ന്. പ്രമോദ് നാരായണൻ പറയുന്നത് LDFിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് മോശമാണ്. അപ്പോൾ LDFിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ട്, UDFിൽ പോകണമെന്നുള്ളവരും ഉണ്ട്. അച്ഛന്മാർ കുറേ ആളുകൾ UDFിൽ പോകണമെന്ന് പറയുന്നവരാണ്. കാരണം അച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളൊരു പാർട്ടിയാണ്. ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നു പറയുന്നില്ല, അവർക്ക് ബന്ധമുള്ള പാർട്ടിയാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശം എടുക്കും. മാണി സാറൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും പള്ളിയിലെ ബിഷപ്പൊക്കെ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് എടുക്കും. ഏത് മുന്നണി നിൽക്കണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ. അത് വളരെ സ്വാധീനമുള്ളവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ, കാരണം വോട്ടുള്ളവരാണല്ലോ, ബിഷപ്പ് പരസ്യമായി വിളിച്ച് പറയുകയും കേൾക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസികൾ ചിലപ്പോൾ കൈവയ്ക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്വവും അതുപോലെ തന്നെ അച്ഛന്മാരും പിതാക്കന്മാരും എല്ലാം നല്ലൊരു ശതമാനവും കോൺഗ്രസിലേക്ക് പോകണം എന്നൊരു പരിപാടി നിൽക്കുന്നു. കഴിഞ്ഞ 2 യോഗത്തിനും LDFിൻ്റെ യോഗത്തിനും ആരെത്തിയിട്ടില്ല, നമ്മുടെ ജോസ് കെ മാണി എത്തിയിട്ടില്ല, സമരത്തിനും എത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നമെന്നറിയില്ല. ജോസ് കെ മാണി അവരുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സമരങ്ങൾക്കും എത്തുന്നില്ല, യോഗങ്ങൾക്കും എത്തുന്നില്ല, ഒന്നിനും എത്തുന്നില്ല. അപ്പോൾ ഇനി സീറ്റ് ചർച്ച നടന്നോ, അതിൻ്റെ തർക്കമാണോ, എന്താണ് വിഷയമെന്നറിയില്ല. എന്തായാലും അതോ LDF വിട്ട് UDFിലേക്ക് ചേക്കാറാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അവർ എന്തെങ്കിലും അവർ വിടുന്ന ഒരു സൂചന കാണുന്നുണ്ടോ എന്നറിയില്ല. 2 യോഗത്തിലാണ് പങ്കെടുക്കാതിരുന്നത്, അതുപോലെ സമരത്തിലും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അസാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു ചർച്ചയാണ്. അത് എന്താണെന്ന് ഇടതുപക്ഷം ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വരും. പിന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ജോസ് കെ മാണിയുടെ വീട്ടിൽ വെച്ച് നടന്നു. അപ്പോൾ അവരെന്താണ് തീരുമാനം എടുത്തിരിക്കുന്നത് അറിയില്ല. UDFിൽ പോകുന്നതാണ് അടുത്തത് വിജയിക്കാൻ നല്ലതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ പോലെ 2-3 MLAമാർക്ക് വന്നിട്ടുണ്ട്. 1-2 പേർ ഇപ്പുറത്ത് നിൽക്കണം എന്നുകൊണ്ട്. അത് പിന്നെ കുളത്തിങ്കൽ സെബാസ്റ്റ്യനൊക്കെ, പൂഞ്ഞാറിലെ MLAയും അതുപോലുള്ള ആളുകളുമൊക്കെ വളരെ കൃത്യമായി ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പോകാനും സാധ്യതയില്ല എന്നാണ്. പക്ഷേ മാണിയും പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും LDFിൽ തന്നെ തുടരണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ബാക്കിയുള്ളവർ UDFിലേക്ക് പോകണമെന്ന്. അപ്പോൾ UDFിൽ പോകുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. പാലാ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ മാണി സി കാപ്പൻ ശക്തമായുണ്ട്. കടുത്തുരുത്ത് കിട്ടാൻ പ്രയാസമാണ്, കാരണം അവിടെ മോൻസി ജോസഫ് വളരെ ശക്തമായുണ്ട്. തൊടുപുഴ കിട്ടാൻ പ്രയാസമാണ്, പ്രത്യേകിച്ച് PJ ജോസഫോ അല്ലെങ്കിൽ അവിടെ വീണ്ടും ജോൺ ജോസഫോ ആയിരിക്കും മത്സരിക്കുക. അപ്പോൾ അവിടെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ സീറ്റ് എവിടെ എന്നുള്ളതാണ്. അതൊരിക്കൽ വന്ന് ഇടുക്കി സീറ്റ് കിട്ടുമായിരിക്കും, പിന്നെ ഉടുമ്പൻചോല, ഇങ്ങനെ കുറേ സീറ്റുകൾ കിട്ടുമായിരിക്കും. പക്ഷെ എന്തായാലും അവർ പങ്കെടുക്കുന്നില്ല, ജോസ് കെ മാണി പങ്കെടുക്കുന്നില്ല. അതുപോലെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കെടുക്കലില്ലായ്മയാണ് ശ്രേയാംസ് കുമാർ. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും UDFിലേക്ക് പോകാനുള്ള
കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും LDFന് അത് വലിയ നഷ്ടമായിരിക്കും. UDF 100 110 സീറ്റ് പിടിച്ചാലും അത്ഭുതമില്ല. ഈ രണ്ട് കക്ഷികൾ കൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ സ്വീപ്പിംഗ് വിക്ടറി ആയിരിക്കും UDFന് സംഭവിക്കുക. ഇതിനിടയിലാണ് മറ്റൊരു രാഷ്ട്രീയ കാറ്റ് കൂടി വീശുന്നുണ്ട്. ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കിയതിന് ശേഷം, കേന്ദ്ര സഹമന്ത്രി, പിന്നെ ഇത് പറ്റത്തില്ല, ഏത് നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ പറ്റത്തില്ല, സഹമന്ത്രിയാക്കിക്കൊണ്ട്, കേന്ദ്ര സഹമന്ത്രിയാക്കിക്കൊണ്ട് LDFിലെ NDAയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ MP ആവാനും മന്ത്രിയാവാനും ഒക്കെ ഷർട്ടടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ തുഷാർ വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിലൊന്ന് അക്കോമഡേറ്റ് ചെയ്യാതെ ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്താൽ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകും. കാരണം ഇന്നത്തെ ഒരു മതത്തിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്, ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ അത് സഹായമാവുകയും ചെയ്യും. മധ്യ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കോട്ടയത്തെയും ഇടുക്കിയിലെയും എറണാകുളത്തെയും നമ്മുടെ ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ, ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്താൻ ജോസ് കെ മാണിയെ മന്ത്രിയാക്കുകയും MP ആണ് മന്ത്രിയാക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ സഹായമായിരിക്കും. പക്ഷേ ആ സഹായം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രശ്നം, ഇപ്പുറത്ത് BDJS പിണങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ രണ്ടുപേരെ ആക്കണം. അപ്പോൾ രണ്ടുപേരെ ആക്കാൻ രണ്ട് മന്ത്രിമാരെ വെളിയിൽ നിന്ന് കൊടുക്കാൻ ഒരു സാധ്യതയില്ലല്ലോ BJP. ഒരെണ്ണം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രണ്ടെണ്ണം കൊടുക്കുക? അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായ തിരിച്ചടി വലിയ തിരിച്ചടിയാണ്. അതേ തിരിച്ചടി തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിനുണ്ടായാൽ മുമ്പോട്ട് നീങ്ങുക. കാരണം ഭരണം ഒട്ടുമില്ലാതെ, പഞ്ചായത്തിലുമില്ല, ജില്ലാ പഞ്ചായത്തിലുമില്ല, മുനിസിപ്പാലിറ്റിയിലുമില്ല, ഒരിടത്തും ഭരണമില്ലാതെ മുമ്പോട്ട് നീങ്ങുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഭരണമില്ലെങ്കിൽ പുറത്ത് നിൽക്കട്ടെ എന്ന് വെച്ചാൽ പുറത്ത് നിൽക്കും, അത് വേറെ കഥ. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കൂടെയൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു LDF വേറൊരു പ്രതിരോധത്തിൽ നിന്ന് കുറച്ചുകൂടി മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ തന്ത്രിയിലാണ് നിൽക്കുന്നത്. അത് മന്ത്രിയിൽ എത്തുന്നത് വരെ ഒരു സേഫ് സോണാണ്. പക്ഷേ മന്ത്രിയിലെത്തിയാൽ സോണ് മാറും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ദിവസം കൂടി, ഈ മാസം ജനുവരി 30 വരെ നോക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു അന്തിമ തീരുമാനം. കാരണം അതിനകത്ത് ഈ മന്ത്രി വീഴുമോ, മറ്റാരൊക്കെ തയ്യാറാവും, ആരൊക്കെ വീഴുമെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലായിരിക്കും ഈ കാര്യങ്ങളെ ചർച്ച വരുന്നത്. അതിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് രണ്ട് പാർട്ടികൾ UDFിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ എത്തിയാൽ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടം LDFനുണ്ടാക്കും. അവർക്ക് 100 110 സീറ്റ് UDF പിടിച്ചാലും 2 3 സീറ്റ് അല്ലെങ്കിൽ 4 5 സീറ്റ് വരെ, മാക്സിമം 1 മുതൽ 5 വരെ സീറ്റുകൾ BJP പിടിച്ചാലും അത്ഭുതം പറയാനില്ല. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ വന്നാൽ അത് CPMൻ്റെ വാട്ടർലൂ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ സമരത്തിൽ, കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന ശക്തമായ സത്യാഗ്രഹ സമരത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് പങ്കെടുക്കുന്നില്ല. കഴിഞ്ഞ 2 യോഗത്തിലും പങ്കെടുത്തില്ല എന്നതും, പ്രധാനപ്പെട്ട ഒരു പാർലമെൻ്ററി യോഗം ജോസ് കെ മാണിയുടെ വസതിയിൽ രഹസ്യമായി ചേർന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ്.